തമ്പിയളിയോ നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കഥ കൂടിയുണ്ട്. മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി, മാനസിക രോഗി എന്നല്ല, യഥാർത്ഥ രോഗി അത് ഗംഗയല്ല. സ്വന്തം ഭാര്യയുടെ ലൈംഗിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരാൾ. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്റെ ഒരു കഥയാണ് മണിച്ചിത്രത്താഴിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്. കച്ചവട താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രേക്ഷക വൃന്ദത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പടച്ചെടുക്കുന്ന സിനിമകൾ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അത്രയ്ക്കൊന്നും സാധാരണയായി സംഭവിക്കുന്ന കാര്യമല്ല, പ്രത്യേകിച്ചും മലയാളം പോലെ ഇത്ര ചെറിയ ഒരു ഇൻഡസ്ട്രിയിൽ. എന്നാൽ ആ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് മലയാള സിനിമയുടെ നാൾ വഴികളിൽ ഒരു നാഴികക്കല്ലായി നിലകൊള്ളുകയാണ് മണിച്ചിത്രത്താഴ്. ദൂരദർശൻ ആന്റിന കാലം തൊട്ട് പിന്നീട് വന്ന സാറ്റലൈറ്റ് കേബിൾ കാലം വരെയും അതിനുശേഷം വന്ന ഓൺലൈൻ കാലത്തും നമ്മളിൽ എത്രയോ അധികം ആളുകൾ എത്രയോ അധികം വട്ടം കണ്ട് ഒട്ടും മടുക്കാതെ ആസ്വദിച്ചിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ്. എപ്പോഴെങ്കിലും ഹിൽ പാലസിൽ ഒന്ന് പോകാൻ തരപ്പെട്ടാൽ ആ ഉമ്മർത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പോഴും ഓർക്കാറുണ്ട് ആ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാലം കുടയെ, ആ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തമ്പിയളിയോ എന്നുള്ള ആ നീട്ടി വിളിക്കലിനെ. ആ വിളി വെറും ഒരു വിളിയല്ല, അത് മലയാളി സമൂഹത്തിന്റെ, മലയാളി സിനിമ ആസ്വാദകരുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിന്റെ വിളിയാണ്. പുതുമയൊട്ടും ചോരാതെ 4K മാതൃകയിൽ പുതിയ കാലത്തിന് മുൻപാകെ ഒരു രണ്ടാം വരവ് കുറിച്ചിരിക്കുകയാണ് മണിച്ചിത്രത്താഴും അതിന്റെ അണിയറ പ്രവർത്തകരും. ഈ രണ്ടാം വരവിൽ ആ സിനിമയുടെ ഉള്ളുകള്ളികളെ കുറിച്ച്, ആ സിനിമയുടെ ചില പ്രത്യേക വശങ്ങളെ കുറിച്ച്, അതിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് ചില പ്രസക്തമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഈ ചാനലിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മണിച്ചിത്രത്താഴിന്റെ ഈ രണ്ടാം വരവിൽ അഭിലാഷ് എസ് നായർ എന്ന പഴയ മാധ്യമ പ്രവർത്തകൻ എക്സിൽ കുറിച്ച ചില കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ആധാരമായത്. അത് മറ്റൊന്നുമില്ല, പണ്ട് മണിച്ചിത്രത്താഴ് അതിന്റെ ആദ്യ വരവിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ആ സിനിമ കണ്ട് ഇദ്ദേഹത്തിന് തോന്നിയ ചില അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ ചില ആസ്വാദന രീതികൾ അദ്ദേഹം പിന്നീട് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മധുവുമായിട്ട് പങ്കിടുകയുണ്ടായി. മധു മുട്ടവുമായിട്ട്. ഈ മധു മുട്ടവുമായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഇന്റർവ്യൂ അക്കാലത്തെ പ്രധാനപ്പെട്ട മാഗസീൻ ആയിരുന്ന, സിനിമ മാഗസീൻ ആയിരുന്ന വെള്ളി നക്ഷത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്താനുണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മധുവിന്റെ മുട്ടവുമായിട്ടുള്ള സംസാരത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിലാഷ് എസ് നായർ എക്സിൽ കുറിച്ചത്. മണിച്ചിത്രത്താഴിന്റെ ഇതിവൃത്തത്തിനുള്ളിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരു പക്ഷേ ആ സിനിമയുടെ മർമ്മപ്രധാനമായ കേന്ദ്രം ആ കഥയാണ് എന്ന കാര്യം പറയേണ്ടതുണ്ട്. എന്താണ് ആ കഥ എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? പറയാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അല്പം ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യമാണ്. അത് സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചുള്ളതാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച്. മനുഷ്യന്റെ സർഗോന്മാദത്തെയും മനുഷ്യന്റെ രതിയോന്മാദത്തെയും ചേർത്ത് വായിച്ച, അതിനെ രണ്ടും ചേർത്ത് പഠിച്ച ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ പല പഠനങ്ങളും പല തരത്തിലുള്ള കലാസൃഷ്ടികളുടെയും വിലയിരുത്തലുകൾക്ക് വേണ്ടി നിരൂപകർ ആശ്രയിച്ചിട്ടുള്ളതാണ്. മണിച്ചിത്രത്താഴിലും അത്തരം ചില മാനസിക ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി, മാനസിക രോഗി എന്നല്ല, യഥാർത്ഥ രോഗി അത് ഗംഗയല്ല, നകുലനാണ്. മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഈ ഫാസിൽ ചിത്രത്തിന്റെ ഇതിവൃത്തം ആ ഒരു സിനിമയുടെ ഘടനയെ തന്നെ പുനഃപരിശോധിക്കുന്നതും ആ ഒരു ചിത്രത്തിന്റെ ഘടനയെ മാറ്റുരച്ച് നിർമ്മിച്ചെടുത്തിട്ടുള്ളതുമാണ്. എന്നാൽ ആ മണിച്ചിത്രത്താഴിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരേ സമയം മാനസികവും അതേസമയം അക്കാലത്തെ സ്ഥിരം കഥകളുടെ ശൈലിയിലുള്ള ഒരു പൈങ്കിളി പ്രണയകഥയുമാണ്. കൽക്കത്ത എന്ന മഹാനഗരത്തിൽ നിന്ന് തങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് സ്ഥലം മാറി വരുന്ന നവദമ്പതികളിൽ നിന്നാണ് ഈ സിനിമയുടെ തുടക്കം. അതെ, ഗംഗയും നകുലനും. നകുലനായി വേഷമിട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും ഗംഗയായി വേഷമിട്ടിരിക്കുന്നത് ശോഭനയുമാണ്. അഭിലാഷ് എസ് നായരുടെ അഭിപ്രായത്തിൽ നകുലനാണ് യഥാർത്ഥത്തിൽ രോഗി. അയാൾ വെറും രോഗിയല്ല, അയാൾ ഒരു ഷണ്ഡനാണ്. അതായത് രതിയോട്, ലൈംഗികതയോട് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ, സ്വന്തം ഭാര്യയുടെ ലൈംഗിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരാൾ. അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പം ജീവിക്കുകയാണ് ഗംഗ ചെയ്യുന്നത്. അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധൂകരിക്കുന്ന പലതരത്തിലുള്ള തെളിവുകളും
സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ നകുലൻ തന്റെ കിടപ്പറയിൽ ഭാര്യയ്ക്കൊപ്പം ചെലവഴിക്കേണ്ട സമയത്ത് ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ്. നകുലേട്ടൻ ഉറങ്ങാൻ സമയമായോ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ നകുലൻ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഗംഗ കിടന്നോളൂ എന്നാണ് പറയുന്നത്. ഗംഗ യഥാർത്ഥത്തിൽ നകുലൻ, അതായത് തന്റെ ഭർത്താവിനെ താനുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക്, ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇൻഡയറക്റ്റ് ആയി ചെയ്യുന്നത്. എന്നാൽ നകുലൻ ആ ക്ഷണം നിരസിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഗംഗ പറയുന്നുണ്ട്, നകുലേട്ടൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തണേ എന്ന്. ഇത് പ്രകടമായിട്ടുള്ള ഒരു ക്ഷണമാണ്, അല്ലെങ്കിൽ താനുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ഷണമാണ്. ഈ ഒരു ക്ഷണത്തെയും നകുലൻ വേണ്ട എന്ന് വെക്കുകയാണ് സിനിമയിൽ കാണുന്നത്. സിനിമയിൽ ഒരിടത്ത് പോലും ഗംഗയും നകുലനും ഒന്ന് ആലിംഗനം ചെയ്ത് നിൽക്കുന്നതിന്റെ യാതൊരു ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നതല്ല. ഗംഗയും നകുലനും തമ്മിലുള്ള ബന്ധത്തെ അവരുടെ പേരുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കാം. നകുലൻ എന്നാൽ കുലമില്ലാത്തവൻ. കുലമില്ലാത്ത ഒരാളെയാണോ ഗംഗ വരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതിന് പൗരാണികമായിട്ടുള്ള ചില തെളിവുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഗംഗ ശിവന്റെ ജടയിലാണ് മറഞ്ഞിരിക്കുന്നത്. അതായത് ശിവൻ പാർവതി ബന്ധത്തിന്റെ ഇടയിലാണ് ഗംഗയ്ക്ക് സ്ഥാനം. ശിവന്റെ ജടയ്ക്കുള്ളിലാണ് ഗംഗയെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഗംഗ ശിവനിലാണ് ചേരേണ്ടത്, നകുലനിലല്ല. ശിവൻ എന്ന് പറയുമ്പോൾ സിനിമയിൽ ശിവന്റെ പര്യായ പദമായിട്ടുള്ള മഹാദേവൻ എന്ന കഥാപാത്രം കടന്നു വരുന്നുണ്ട്. മഹാദേവൻ അല്ലിയെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഗംഗ അല്ലിയെ വകവരുത്താൻ ശ്രമിക്കുന്നത്. അത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും രോഗത്തിന്റെ ഒരു ലക്ഷണമായാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഇണയോട് വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യ ജീവന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ തന്റെ ഇണ മറ്റൊരാളുടേതാവുമോ എന്ന തോന്നലിൽ നിന്നുണ്ടായ അസൂയയാണ്. ഗംഗ പലപ്പോഴും നകുലനൊപ്പം കിടന്നുറങ്ങുമ്പോൾ ഗംഗയുടെ അരികിൽ തന്നെ, അല്ലെങ്കിൽ നകുലൻ ഗംഗയ്ക്കൊപ്പം കിടക്കാൻ വിസമ്മതിച്ച് ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ ഗംഗ കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ തന്നെ മഹാദേവൻ എഴുതിയ കാവൂട്ട് എന്ന പുസ്തകവും ഇരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലുള്ളത് ശിവലിംഗവും പാമ്പും ഒക്കെയാണ്. ഈ കാവൂട്ട് എന്ന പുസ്തകത്തെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഗംഗ ഉറങ്ങുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മഹാദേവനോടുള്ള ഒരു സ്ത്രീയുടെ, പച്ചയായ ഒരു സ്ത്രീയുടെ പ്രണയം, ആഗ്രഹം, ലൈംഗികമായ പരവേശം ഒക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഉത്സവരാത്രി തന്റെ രോഗത്തിന്റെ ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിൽ എന്നൊരു നിലയിൽ ഗംഗ മഹാദേവനെ കയറി പിടിക്കുന്നുണ്ട്. ഇത് അയാളെ സ്വന്തമാക്കാനുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഒരു തെളിവായി എടുത്തു കാണാം. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്റെ ഒരു കഥയാണ് മണിച്ചിത്രത്താഴിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്. മാനസികമായിട്ടുള്ള തലങ്ങളെ, മാനസിക രോഗത്തിന്റെ പശ്ചാത്തലത്തെ, മന്ത്രവാദത്തിന്റെ പശ്ചാത്തലത്തെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് തിരക്കഥാകൃത്തും സംവിധായകനും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്ര ശില്പം നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും ഒരു സാധാരണക്കാരനായ മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മണിച്ചിത്രത്താഴിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. മണിച്ചിത്രത്താഴിൽ നിരവധിയായ മനോഹരമായ ഗാനങ്ങളുമുണ്ട്. ഈ ഗാനങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ എന്നെന്നും തങ്ങി നിൽക്കുന്നവയുമാണ്. ഈ ഗാനങ്ങളിൽ നിന്ന് എടുത്തു കാണേണ്ടതാണ് വരുവാനിൽ ആരുമി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകതയായി പറയേണ്ടത്, ഈ ഗാനം രചിച്ചിരിക്കുന്നത് തിരക്കഥാകൃത്തായ മധു മുട്ടം തന്നെയാണ് എന്നതാണ്. ഈ ഗാനത്തിന് കഥയുടെ ഇതിവൃത്തവുമായി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി അങ്ങേയറ്റം അഭേദ്യമായ ബന്ധമുണ്ട്. വരുവാനിൽ ആരുമി വിജനമാം വഴിയിൽ അതെനിക്കറിയാം, ഞാൻ എന്നിട്ടും പാതി വാതിൽ തുറന്ന് കാത്തിരുന്നു എന്ന ഈ ഗാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആരെയാണ് ഗംഗ കാത്തിരുന്നത് എന്ന ചോദ്യമുണ്ട്. തന്റെ അയൽപക്കത്ത് താമസിക്കുന്ന മഹാദേവനുമായിട്ട് ഗംഗയ്ക്കുണ്ടാവുന്ന പ്രണയം, അല്ലെങ്കിൽ ഗംഗയ്ക്ക് മഹാദേവനോട് തോന്നുന്ന അഭിനിവേശത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ പാട്ട്. ഇതിനൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ടതുണ്ട്, ഞാൻ ഇപ്പോഴും പൂക്കാത്ത ആ മാങ്കൊമ്പാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഗാനത്തിലെ നായികയെ. അതായത് ഗംഗയ്ക്ക് തന്റെ ഭർത്താവ് നിഷേധിക്കുന്ന രീതിയും അതുമൂലം അവർക്ക് ലഭിക്കാത്ത സന്താന ഭാഗ്യവുമാണ് ഈ വരിയിൽ പ്രതിഫലിച്ചു നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചു കടത്തൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു കഥ മണിച്ചിത്രത്താഴിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. തന്റെ മനസ്സിൽ തോന്നിയ ഇത്തരം സംശയങ്ങളെല്ലാം മണിച്ചിത്രത്താഴ് പുറത്തിറങ്ങിയ ആ സമയത്ത് തന്നെ ഇതിന്റെ തിരക്കഥാകൃത്തായ മധു മുട്ടത്തെ കണ്ട് ലേഖകൻ സംസാരിച്ചതാണ്. തന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യത്തെ ഇത്രം സൂക്ഷ്മമായിട്ട് പഠിച്ചതിൽ അന്ന് മധു മുട്ടം ലേഖകനായിട്ടുള്ള അഭിലാഷ് എസ് നായരെ പ്രശംസിക്കുന്നുമുണ്ട്. മണിച്ചിത്രത്താഴിൽ വേറെയും നിരവധിയായിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.